这个流体血缘先废了你。സോ എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ വാങ്ങിനെയാണ് കാണിക്കുക ഓന് സ്ട്രക്ചറിൽ പോയിക്കൊണ്ടിരിക്കും. എന്താ വെച്ചാൽ കഴിഞ്ഞ ദിവസം അവൻ്റെ സീല് പൊട്ടിയോണ്ട് തന്നെ 9 കിട്ടുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ ഓനെ 59 സ്കൂളിന്റെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കും. അപ്പൊ സുന്നാണെങ്കിൽ ഓൻ്റെ കൂടെ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോഴായിരിക്കും ടാങ് മുന്നിക്ക് വന്നിട്ട് എനിക്ക് ഇനി ഓർമ്മ ഉണ്ടോ നമ്മൾ നഴ്സറി സ്കൂളിൽ ഒപ്പം പഠിച്ചതാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് പറയും. പക്ഷേ ഓൻ്റെ പുരാണം കേൾക്കാൻ നമ്മുടെ പെണ്ണിന് തീരെ താല്പര്യം ഉണ്ടാവില്ല. അതിലുള്ള ദേഷ്യത്തിൽ മുന്നിൽ നിന്ന് മാറടാന്ന് പറയും. പക്ഷേങ്കിൽ ഓന് പിന്നെ ഓൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഓൾക്ക് ദേഷ്യം വന്നിട്ട് ഓളൊന്ന് കൊടുത്താലോ വിചാരിച്ചിട്ട് ഒന്നങ്ങോട്ട് കൊടുക്കും. പക്ഷെ അത് നമ്മൾ ഇഷ തടയും. പക്ഷെ ഇഷ എന്ന് പറയുന്നത് അസിസ്റ്റൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ ഇവൻ്റെ ഫ്രണ്ട്സും ടീച്ചറൊക്കെ പാടി ഓളെ അടുത്തേക്ക് വരാൻ വേണ്ടി നിൽക്കുമ്പോൾ ഓൻ്റെ മറ്റേ ഫ്രണ്ട്സും തടയും. അതിൻ്റെ ശേഷം ടാങ് പറയും ഇച്ച് പേടിക്കണ്ട, വാങ് ഇവിടെ ഭയങ്കര സേഫ് ആണെന്ന് പറഞ്ഞ് നാവെടുത്തപ്പോഴത്തേന് അവൾക്ക് ഓൻ്റെ മേത്തേക്ക് എന്തൊരു അറ്റാക്ക് വരും, ഒരു സ്പിരിച്വൽ ഫോഴ്സിൻ്റെ. അത് ഓനെ കണ്ടിട്ട് കത്തിക്കണമായിരിക്കും. അതിൽ നമ്മുടെ സീനിയർ ഒരു എന്താണ് മമ്മിയുടെ ഒക്കെ ആ വലമാരിക്കാത്ത സാധനം ഇട്ടിട്ട് ഓനെ പൊതിയും. അതിങ്ങനെ കണ്ടപ്പോൾ സുനീൻ എന്തോ മാരിക്കായിട്ടോളും ഭയങ്കര ദേഷ്യത്തിൽ ഞാൻ ഇപ്പോൾ കൊല്ലടാന്നും പറഞ്ഞിട്ട് നമ്മുടെ ടാങ്കിൻ്റെ അടുത്തേക്ക് ചെല്ലും. ഇവരൊക്കെ അസിസ്റ്റൻറ്റിനൊക്കെ വെട്ടിച്ചിട്ട് ടാങ്കിൻ്റെ അടുത്തേക്ക് ചെല്ലും. ജസ്റ്റ് മിസ്സിന് സാറ് വന്ന് പിടിക്കും. എന്നിട്ട് സാർ പറയും സോഡൊക്കെ മത്സരത്തിനുള്ളതാണ്, അല്ലാതെ നിങ്ങളെ കളിക്കുള്ളതല്ല എന്ന് പറഞ്ഞിട്ട് സാർ വരെ പറഞ്ഞു. അങ്ങനെ സുനീൻ്റെ ദേഷ്യമൊക്കെ മാറിയിട്ട് ഇവർ രണ്ടാളും സംസാരിച്ചപ്പോഴാണ് മനസ്സിലാവുക അത് ശരിക്കും പറഞ്ഞാൽ ടാങ് ആയിരിക്കൂല അറ്റാക്ക് ചെയ്തിട്ടുണ്ടാവുക, പകരം ഗൂഫങ് ആയിരിക്കും. അങ്ങനെ ഹോസ്പിറ്റലിലത്തെ എല്ലാവരും ഓൻ്റെ ബാൻഡേജ് മാരിക്കത്തെ സാധനമൊക്കെ അയച്ചു നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് ബാങ് ഉണ്ടാവില്ല. ഓന് ശരിക്കും പറഞ്ഞാൽ ഇതിന് കുറച്ച് മുന്നേ ടെലിപ്പോർട്ടായിട്ട് പോയിട്ടുണ്ടാവും. കാരണം എന്താ വെച്ചാൽ ഓന് ഈ ടെലിപ്പോർട്ടേഷൻ്റെ പവർ കൂടി യൂസ് ചെയ്തപ്പോൾ ഓൻ്റെ ആ സീല് കുറച്ചുകൂടി ഡാമേജ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഓന് നേരെ അച്ഛനക്ക് വിളിച്ചിട്ട് അച്ഛനോട് പറയും എന്താണ് എൻ്റെ സീല് ഡാമേജ് ആയിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ പവർ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് എൻ്റെ സീല് ഡാമേജ് ആവുകയാണ്, അപ്പോൾ എനിക്കൊരു പുതിയ സീല് നിങ്ങൾ കൊണ്ടുവരികയാണ്. അപ്പോൾ അച്ഛനും ബാൻഡൊക്കെ കയറ്റിയിട്ട് ഓൻ്റെ അടുത്തേക്ക് നേരെ ചെല്ലും ഒരു പുതിയ സീൽ എടുത്തിട്ട്. അപ്പോൾ വാങ് എന്താ വിചാരിക്കണമെന്ന് വെച്ചാൽ ഈ കോമ്പറ്റീഷൻ്റെ മുന്നേ എന്നാൽ ഓനൊരു പുതിയ സീൽ അവിടെ മാറ്റിയിട്ട് വെക്കുകയാണെങ്കിൽ ഓൻ്റെ പവേഴ്സ് എനിക്ക് കൂടുതൽ യൂസ് ചെയ്യേണ്ടി വരില്ല. അതുകൊണ്ട് തന്നെ ഈ ലോകത്തിന് നമുക്ക് രക്ഷിക്കാനും പറ്റും. ഇതൊക്കെയാണ് അവൻ്റെ പ്ലാൻ. അതിൻ്റെ ശേഷം സീനിയർ ആണെങ്കിൽ ഈ ഗുവ ചെന്നൈ സുന്നി അങ്ങനെയുള്ള എല്ലാവരുടെയും ഓല ട്രെയിനിങ്ങിൻ്റെ ആ ഭാഗം കാണിച്ചു കൊടുക്കുകയാണ്, ട്രെയിനിങ് നടക്കുന്ന സ്ഥലം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ബോളിവുഡ് മൂവിയുടെ ഒരു സെറ്റ് മാറിക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഇട്ട് ആകാന്ത മുട്ടിക്കായിരിക്കും. അങ്ങനെ സീനിയർ റൂൾസ് പറയും. ഈ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് 5 പാർട്ടായിട്ടാണ് ഉണ്ടാവുക. അതായത് മെറ്റൽ, ഫയർ, എർത്ത്, വാട്ടർ, വുഡ്. അപ്പോൾ ആരാണോ ഓരോ ഈ സോഡ് ഒരു അതിൻ്റെ സോഡ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സാധനം ഉണ്ട്, ആ സാധനത്തേക്ക് ആക്കുന്നത് ആ ടീമായിരിക്കും ഫസ്റ്റ്. സീനിയർ പറയും ഫസ്റ്റ് കൗൺസിൽ എവിടെ കോമ്പറ്റീഷൻ വെക്കാൻ തീരുമാനിച്ചു വെച്ചാൽ 60ലേക്കും ക്ലാസ് 60ലേക്കും. പക്ഷെ അവിടെ ഷാഡോ കില്ലിൻ്റെ അറ്റാക്ക് ഉണ്ടായതുകൊണ്ട് തന്നെ അത് നേരെ ഇങ്ങോട്ടാക്കുക ചെയ്തത്. അപ്പോൾ ഇതാണെങ്കിൽ കുറച്ചുകൂടി സ്ഥലം വലിപ്പമുണ്ട്. അതുപോലെ തന്നെ ക്ലാസ് 59 ആണെങ്കിൽ ഈ സ്ഥലം ഭയങ്കര ഡിഫറെൻ്റ് ആണ്, അറിയാത്തൊരു സ്ഥലമാണ്. വേറൊരു ഭാഗത്ത് വാങ്ങുകയാണെങ്കിൽ ക്യാമ്പസിൽ പോയി തെറ്റാക്കുക, കാരണം അത്രയ്ക്ക് വലിയ സ്ഥലമായതുകൊണ്ട് തന്നെ. അങ്ങനെ നിൽക്കുമ്പോൾ ടാങ് പറയും എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഈ കോമ്പറ്റീഷനിക്ക് പങ്കെടുക്കുന്നില്ല എന്നാണ്, കാരണം നിങ്ങൾ 4 ആൾക്കാരുള്ളല്ലോ എന്ന് പറയാം. അപ്പോൾ നമ്മുടെ ഗു പറയും അപ്പോൾ എനിക്ക് മാത്സ് ഒന്നും അറിയില്ലേ, നിങ്ങളും അതിനകത്ത് 4 ആൾക്കാരുള്ളല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കളിയാക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് അവിടുന്ന് ആ വെള്ളത്തിൽ നിന്ന് ഒരാൾ പൊങ്ങിച്ച് വരുന്നത്. അത് നമ്മുടെ ഗൂഫനായിരിക്കും. ഗൂഫന് വരുന്നത് കണ്ടിട്ട് നമ്മുടെ ടീച്ചറും എല്ലാവരും പെട്ടെന്ന് ഞെട്ടും. പിന്നെ അതുപോലെ തന്നെ ഗൂവ പറയും എല്ലാവരും വിട്ട് നിൽക്കുക, അവൻ കുറച്ച് പവറുള്ള സൈസാണ് തോന്നുന്നത് എന്നൊക്കെ ഇങ്ങനെ ഓരോന്ന് പറയും. ഇവനാണെങ്കിൽ നേരെ ടെലിപ്പോർട്ട് ചെയ്തിട്ട് വന്നിട്ട് സുനിയുടെ ബാക്കിൽ നിന്നിട്ട് ഓളേറ്റ് ഫ്ലർട്ട് ചെയ്തുകൊണ്ടിരിക്കും. ജി പൂവൊന്ന് വാങ്ങിക്കോ, എന്താ എനിക്ക് ഇഷ്ടമാണോ, എനിക്കെന്നെ ഇഷ്ടമാടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് പറയും. അപ്പോൾ സുനി പറയും എനിക്കെന്നെ അറിയില്ല, പിന്നെ എൻ്റെ അടുത്ത് നീ പൂ വാങ്ങിച്ചിട്ട് ഇപ്പം എനിക്കെന്താ ഉപകാരം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൻ പറയും ഞാൻ വേണമെങ്കിൽ ഇച്ചി പൂ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾ ടീമിൽ ചേരാം, അതുപോലെ തന്നെ ടാങ്ങിൻ്റെ ഈ സീനിയറിൻ്റെ ഒക്കെ പ്ലാന് ഞങ്ങൾക്ക് പറഞ്ഞുതരാം, പൂ വാങ്ങിക്കോ എന്നൊക്കെ എന്നെ ചോദിക്കും. അപ്പോഴും അവൾ സമ്മതിക്കൂല. അത് കാണുമ്പോൾ ചെന്നി വിട്ട് നിൽക്കണം ഓളത്ത് നിന്ന് പറഞ്ഞിട്ട് ഓനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. പക്ഷേങ്കിൽ ഗൂഫനെ ആണെങ്കിൽ ഒറ്റ അടിക്കാൻ തന്നെ ചെന്നിനെ തെറിപ്പിക്കും. പക്ഷേങ്കിൽ ചെന്നി പറഞ്ഞാൽ നെവർ ഗിവ് അപ്പ് മൈൻഡാണ്. അപ്പോൾ ഓന് പിന്നെയും കിണറ് തിരിച്ചു വന്നിട്ട് പിന്നെ ഓനെ അടിക്കാൻ നോക്കും. അപ്പോൾ കൂഫനാണെങ്കിൽ ഓൻ്റെ സ്പിരിച്വൽ പവർ കുറച്ചുകൂടി യൂസ് ചെയ്തിട്ട് ഓനെ നല്ല അറ്റാക്ക് ചെയ്യുന്നുണ്ട്. എന്നാലും ഞാൻ വിട്ടുകൊടുക്കില്ലടാണ് കേട്ടോ, പിന്നെ നീച്ചിക്കും. അപ്പോഴാണ് ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ടെന്ന് ഓൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടാവും നമ്മുടെ ഫാമിലിയിൽ എത്ര പ്രശ്നം ഉണ്ടായാലും ആരും വിട്ടുകൊടുക്കലില്ല, ആരും തോറ്റു കൊടുക്കലില്ല പറയും. അത് ചിന്തിച്ചിട്ട് ഓൻ്റെ പവറൊക്കെ പാടി കൂട്ടിയിട്ട് ഓനെ ഇടിക്കാൻ നോക്കുമ്പോൾ ഓനെ സിമ്പിളായിട്ട് തടയുകയും ചെയ്യും. അതുപോലെ തന്നെ ഓൻ്റെ ഒരു കൈ അവിടുന്ന് കളയുകയും ചെയ്യും. എന്നിട്ട് ഓനെ വലിച്ചെറിയും. അപ്പോൾ നേരെ കറക്റ്റ് ടൈമിന് അവർക്ക് ഹീറോ വന്നിട്ട് ഓനെ പിടിക്കും. ആ പിടിക്കണതിനൊപ്പം തന്നെ ഓൻ്റെ കൈ ഹീൽ ചെയ്ത് കൊടുക്കുകയും ചെയ്യും. ഓന് പെട്ടെന്ന് അവിടെ വന്നാണ്ടപ്പോൾ നമ്മുടെ ടീച്ചേഴ്സും അതുപോലെ തന്നെ ഗൂഫിന് നല്ല ഞെട്ടും. കാരണം എന്താ വെച്ചാൽ ഓൻ്റെ സ്പിരിച്വൽ ഫോഴ്സ്
ഇവർക്ക് ആർക്കും ഫീൽ ചെയ്തിട്ടുണ്ടാവും. മാത്രമല്ല നമ്മുടെ ഗൂഫന്റെ നെഗറ്റീവ് എനർജി വാങ്ങിന്റെ സ്പിരിച്വൽ ഫോഴ്സിനെക്കാട്ടി കൂടുതലാണ്. അതുകൊണ്ടാണ് ഇത് രണ്ടും ഒപ്പം എത്തുമ്പോൾ ബ്ലാസ്റ്റ് ആവുന്നത്. അങ്ങനെ സീന് മാറിയിട്ട് ഡോഗിനെയാണ് കാണിക്കുന്നത്. ഡോഗ് ചിന്തിക്കുന്നുണ്ടാവും എന്താ വെച്ചാല് നമ്മുടെ ഹീറോന്റെ സീൽ ബ്രേക്ക് ആവുകയാണെങ്കിൽ ഓന്റെ നെഗറ്റീവ് എനർജി കാരണം ഈ വേൾഡ് ഫുള്ള് ബ്ലാസ്റ്റ് ആവും എന്നൊക്കെ. അങ്ങനെ നിൽക്കുമ്പോൾ ഗൂഫന് ഓന്റെ ഒരു നെഗറ്റീവ് എനർജി യൂസ് ചെയ്തിട്ട് ഇവനെ അറ്റാക്ക് ചെയ്യും. പക്ഷെ വാങ്ങിനൊന്നും പറ്റില്ല. കാരണം എന്താ വെച്ചാൽ വാങ്ങിന്റെ നെഗറ്റീവ് എനർജി ഗൂഫന്റെ നെഗറ്റീവ് എനർജിനെ കാട്ടി കൂടുതലായിരിക്കും. മാത്രമല്ല ഓന് പൂവും കൊണ്ടു കൊടുക്കണ്ടേ നേരത്തെ ഗൂഫന് കൊടുത്തത് സെയിം പൂവ്. അപ്പൊ അത് കണ്ടിട്ട് ഗൂഫന് വിചാരിക്കും ഓനിപ്പോ എപ്പോഴാണ് ഇന്റെ പൂവ് ഇന്റെ പോക്കറ്റിൽ നിർത്തി വിചാരിച്ചിട്ട് ഓന് മേലൊക്കെ തപ്പി വെക്കും. ആ സമയത്ത് സീനിയർ പറയും ഇപ്പൊ എല്ലാവരും ഇവിടെ എത്തിക്കുന്നതിൽ നമുക്ക് കോമ്പറ്റീഷനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യല്ലേ എന്നിങ്ങനെ ചോദിക്കും. അങ്ങനെ നിൽക്കുമ്പോഴേക്കും ഒരു പെണ്ണ് തല കീഴായിട്ട് നിൽക്കുന്നുണ്ടാവുക ഇവർ പറയുന്നതൊക്കെ ഒളിച്ച് കേൾക്കാൻ വേണ്ടിയിട്ട്. അതിന്റെ ശേഷം സൂര്യന് കാണിക്കുന്നു ഭയങ്കര കൺഫ്യൂഷനിൽ ആ ഒരു മാപ്പ് നോക്കിയിട്ടിരിക്കുന്നുണ്ടാവും. അതിന്റെ ശേഷം ഒരു കോട്ടൊക്കെ എടുത്തിട്ട് അവിടുന്ന് റെഡി ആയിട്ട് പോവുകയും ചെയ്യും. പിന്നെ കാണിക്കുന്നത് ആ തലകീഴായിട്ട് നിന്നിരുന്ന ആ പെണ്ണിനെ. ആ പെണ്ണാണെങ്കിൽ നമ്മളെ ബാങ്കിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ശരിക്കും പറഞ്ഞാൽ ആ പെണ്ണ് ആ ഷാഡോ ഓർഗനൈസേഷനത്തെ ലേഡി ബോസ് ആയിരിക്കും. അങ്ങനെ വെക്കുമ്പോൾ ഈ പെണ്ണിന് ഗൂഫൻ കാണും. അപ്പൊ ഗൂഫൻ നീ ആരാ ചോദിക്കുമ്പോൾ ഭയങ്കര ക്യൂട്ടായിട്ട് ഞാൻ ഇവിടുത്തെ ആളാണ് ക്ലീനിങ്ങിന് വന്നതാണെന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റുഡൻ്റ് ആണെന്നുള്ള മാർക്ക് സംസാരിക്കും. പക്ഷെ ഗൂഫന് മനസ്സിലാവും ഓൾ ഇവിടുത്തെ ആളല്ല. എന്നാലും ഓന് ഫ്ലേർട്ട് ചെയ്യും. എന്താ വെച്ചിട്ട് ഇപ്പം കല്യാണം കേൾക്കോ എനിക്കിനെ കല്യാണം കേൾക്കാൻ താല്പര്യം ഉണ്ടോ എന്നൊക്കെ ഓനെ ചോദിക്കും. അപ്പൊ നമ്മുടെ ലേഡി ബോസ് ആണെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതെ ഇൻട്രസ്റ്റ് ഇല്ല ഞാൻ ചെറുപ്പക്കാരെ മാത്രമേ നോക്കലുള്ളൂ എന്നൊക്കെ പറയും. അത് കേട്ടപ്പോൾ ഗുഫനും കേട്ട് ആകെ വല്ലാണ്ടാവും ചെയ്യും. ആകെ ദേഷ്യം കയറിയിട്ട് അവനെ ഉറക്കനെ വിളിച്ചറിയുന്നു. അതിന് അന്ന റെഡി നോക്കിയിട്ട് കളവിയെന്ന് വിളിച്ചറിയുമ്പോൾ കിട്ടി. ഗൂഫനാണെങ്കിൽ തെറിച്ചങ്ങോട്ട് പോകും. അപ്പൊ ലേഡി ബോസ് പറയും ഈ കിളവി എന്നുള്ള വിളി അവസാനത്തെ വിളിയാണ് എന്ന് പറയും. അത് കേട്ടപ്പോൾ കുറച്ചുകൂടി ദേഷ്യം വന്നിട്ട് നമ്മുടെ ഗൂഫനാണെങ്കിൽ ഓന്റെ എല്ലാ നെഗറ്റീവ് എനർജി യൂസ് ആക്കിയിട്ട് ഓന് നീച്ച് ഒരു ഫൈറ്റിന് തന്നെ റെഡി ആവും. അപ്പൊ ഗൂഫനാണെങ്കിൽ ഓന്റെ എല്ലാ നെഗറ്റീവ് എനർജി കൂടി ഒരു ബോൾക്കാക്കാണ്. പക്ഷെ അത് കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ ലേഡി ബോസ് പേടിക്കേണ്ടതായിരുന്നു. പക്ഷെ അവൾ നേരെ പോയിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് ആ ഓളെ 2 വിരൽ വെച്ചിട്ട് അതങ്ങോട്ട് പൊട്ടിച്ച അതും കൂടിയാണ് കണ്ടപ്പോൾ ഗൂഫന്റെ കിളി ആകെ പോയിക്കുന്നത്. എന്തായാലും എത്ര ഹൈപ്പ് ഇട്ടിരുന്ന ഒരാളാണ് ഓന് ആകെ തേക്കുന്നത്. കാരണം എന്താ വെച്ചാൽ വാങ്ങും ഇവളെടുത്തൊന്നും എല്ലായിടത്തൊന്നും ഇപ്പൊ കിട്ടുകയാണല്ലോ എന്നുള്ള മാതിരി കേൾക്കുന്നത്. പിന്നെ കാണിക്കുന്ന വാങ്ങിനെയാണ്. വാങ്ങാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിട്ട് നൂഡിൽസിന്റെ പാക്കറ്റൊക്കെ എടുത്തിട്ട് ഓനെ കഴിക്കാൻ വേണ്ടിയിട്ട് പോയിരുന്നു. അങ്ങനെ പോണ വൈക്കാണ് ഓനെ ആരെ ലേഡി ബോസിന് കാണും. ലേഡി ബോസ് ഗൂഫന ആ വയറിട്ട് കെട്ടിയിട്ടുകൊണ്ടിരിക്കും. നേരത്തെ വാങ്ങിന് ചെയ്തിരുന്നല്ലോ അതുമാതിരിക്കും. പിന്നെയാണ് ആ നൂഡിൽസിന്റെ പാക്കറ്റ് താഴത്തേക്ക് വീണതും. അങ്ങനെ ഇത് കാണിച്ചിട്ടാണ് ഈ എപ്പിസോഡ് ചെയ്യുന്നത്. അതിന് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ സബിയ. താങ്ക് യു.